ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇതര സംസ്ഥാന ഭക്തരാണ് കൂടുതലായി എത്തുന്നത്. പുലർച്ചെ 7 മണിവരെ 30,000-ഓളം ഭക്തർ ദർശനം നടത്തി. ജനം TV വാർത്തയെ തുടർന്ന് നിലയ്ക്കലിൽ ദേവസ്വം ബോർഡ് ചുക്കുവെള്ളവും ബിസ്ക്കറ്റും വിതരണം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. മിഥുൻ മുരളിയുടെ റിപ്പോർട്ട് കാണാം. അയ്യപ്പ സന്നിധിയിൽ ഭക്തജന പ്രവാഹമാണ്. ദിവസങ്ങളായി തുടരുന്ന തിരക്കിന് മാറ്റമില്ല. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്കാണ് എനിക്ക് പിന്നിൽ ഫ്ലൈ ഓവറിൽ കാണുന്നത്. പുലർച്ചെ മുതൽ ഫ്ലൈ ഓവർ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. താഴെ നടപ്പന്തലിലും സമാനമായ കാഴ്ച തന്നെയാണ്. മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. മരക്കൂട്ടം മുതൽ നീളുന്ന ക്യൂ നടപ്പന്തൽ വരെ എത്തുന്നു. മരക്കൂട്ടം മുതൽ വിവിധ ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. നിലയ്ക്കലിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാനനപാത വഴി എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഈ ദിവസങ്ങളിൽ വർധനവുണ്ട്. കാനനപാത സത്രം പുൽമേട് പാതയിൽ വനംവകുപ്പ് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമാണ് കാനനപാതയിലൂടെ സത്രം പുൽമേട് പാതയിലൂടെ ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് പോലീസും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും കണ്ടെത്തിയിരിക്കുന്ന മാർഗം നിലയ്ക്കലിൽ ക്രമീകരണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രധാനമായും സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നതിനനുസൃതമായി സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് പറഞ്ഞയക്കും. പിന്നീട് പമ്പയിൽ നിന്നും മല കയറി എത്തുന്ന ഭക്തജനങ്ങൾക്ക് മരക്കൂട്ടം മുതൽ ക്യൂവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാരിക്കേഡിനുള്ളിൽ ഭക്തജനങ്ങൾക്ക് ക്യൂ കോംപ്ലക്സിനുള്ളിലും കാത്തു നിൽക്കേണ്ട സാഹചര്യം, വിവിധ ബാച്ചുകളായി തിരിച്ചുകൊണ്ട് കാത്തു നിൽക്കേണ്ട സാഹചര്യം മരക്കൂട്ടം മുതൽ മുന്നോട്ട് നടപ്പന്തൽ വരെ ഉണ്ട്. മിനിറ്റിൽ 60 മുതൽ 70 ഭക്തജനങ്ങളെയാണ് 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 80-നും 90-നും ഇടയിലേക്ക് മാറ്റുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളും ശ്രമങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഫ്ലൈ ഓവറിലും ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം. ഫ്ലൈ ഓവറിൽ സാവധാനമാണ് ക്യൂ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നത്. കുഞ്ഞുങ്ങളും മാളികപ്പുറങ്ങളുമെല്ലാം ധാരാളമായി എത്തുന്ന ദിവസങ്ങളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ മലയാളികൾ കുറവാണ്. പക്ഷേ മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. കർണാടക, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ മലയാളികളെക്കാൾ കൂടുതൽ എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഈ ദിവസങ്ങളിൽ ദർശനത്തിന് എത്തുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് വർദ്ധിച്ചേക്കാം. ഇനി അവധിയുടെ ദിവസങ്ങളാണ്. അതുകൊണ്ട് കുഞ്ഞു അയ്യപ്പന്മാരുമൊക്കെയായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. നിലയ്ക്കലിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്ക് നിലയ്ക്കലിൽ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഇങ്ങനെ മണിക്കൂറുകൾ നിലയ്ക്കലിൽ കാത്തു നിൽക്കേണ്ടി വന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാകുന്നില്ല എന്നുള്ളതും പ്രതികരണമായി ജനം TV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുണ്ട്. നിലയ്ക്കലിൽ ബിസ്ക്കറ്റ് വിതരണവും കുടിവെള്ള വിതരണവും കാര്യക്ഷമമാക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡ്. കഴിഞ്ഞ ദിവസമാണ് ഭക്തജനങ്ങൾ ഈ കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ നിലയ്ക്കലിൽ നേരിടുന്നതായി ജനം TVയോട് പ്രതികരിക്കുകയും ജനം TV അത് വാർത്ത നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിലാണ് ഒരു ആശ്വാസ നടപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സന്നിധാനത്തും കാര്യക്ഷമമായ കുടിവെള്ള വിതരണം നടത്താനുള്ള ശ്രമങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്ത ജനം TV വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ട്. എന്തായാലും തിരക്കിന്റെ മണിക്കൂറുകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട മണ്ഡലകാലം തുടങ്ങിയപ്പോൾ മുതൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്ന ആ തിരക്ക് മാറ്റമില്ലാതെ തന്നെ തുടരുന്നു. അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തജനങ്ങൾ ശരണമന്ത്ര മുഖരിതമായി ശരണം വിളികളോടെ ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് ഈ മണിക്കൂറുകളിലും കാണാൻ കഴിയുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം മിഥുൻ മുരളി.